ഹായ്, ആറ്റുകാൽ പൊങ്കാല ലൈവിലേക്കാണ് നമ്മൾ വീണ്ടും ജിതിനാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. ഇവിടെ നമ്മൾ നിവേദ്യത്തിനുള്ള സമയമായിട്ടുണ്ട്. എല്ലാ ഭക്തജനങ്ങളും അവരുടെ പൊങ്കാല കലങ്ങളുമായി കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ ഏതാനും നിമിഷങ്ങൾക്കകം 2:15 തന്നെ പൊങ്കാല നിവേദ്യ ചടങ്ങുകൾ ആരംഭിക്കും. ക്ഷേത്രത്തിലെ പൊങ്കാലയടുപ്പിൽ നിവേദ്യം അർപ്പിച്ച ശേഷം മറ്റിടങ്ങളിലേക്ക് ക്ഷേത്ര ട്രസ്റ്റുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ എത്തി നേദിക്കുന്ന ചടങ്ങാണ് ഇനി നടക്കാനിരിക്കുന്നത്. ഇത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനാണ് നിങ്ങൾ കാണുന്നത്. സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്താണ്. ഇവിടെ ആളുകൾ പല സ്ഥലങ്ങളിലായി പൊങ്കാലയിട്ട ആളുകൾ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി തിരികെ വീടുകളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതിനായി സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് തന്നെ നേരെ മുന്നിൽ തന്നെയാണ് ഇവരെല്ലാവരും നിൽക്കുന്നത്. ഇവിടെ നിവേദ്യ ചടങ്ങുകൾ പൂർത്തിയാക്കിയാൽ അതുപോലെ എടുത്തുകൊണ്ട് പോകാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, പൊങ്കാല നേദിച്ച് കഴിഞ്ഞ അടുപ്പുകൾ കാണാം. പൊങ്കാല കലങ്ങൾ നിരനിരപ്പുണ്ട്. തിരികെ വീട്ടിലേക്ക് പോകാൻ ആളുകൾ തയ്യാറെടുക്കുന്നു. ഇവിടെ നമുക്ക് കാണാം KSRTC ഒരുപാട് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മിക്ക ഭാഗങ്ങളിലേക്കും പ്രധാന പാതകളിലേക്ക് KSRTC സർവീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. KSRTC ബസ്സുകൾ തയ്യാറായി കിടക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ബസ്സുകൾ പുറപ്പെടും. നിവേദ്യ ചടങ്ങുകൾ പൂർത്തിയാക്കിയാൽ ഉടൻ ബസ്സുകൾ പുറപ്പെടും. നിരനിരയായി ബസ്സുകൾ നമുക്ക് കാണാം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. എല്ലാ ഭക്തജനങ്ങൾക്കും തമ്പാനൂർ ഗണപതി ക്ഷേത്ര ബസിന്റെയും തമ്പാൻ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷന്റെ ഉത്സവാശംസകൾ. നമുക്ക് കാണാം, ആളുകൾ തിരികെ പോകാൻ തയ്യാറാകുന്നു. ഇവരെ നിയന്ത്രിക്കാനായി പോലീസ് സജ്ജരായിട്ടുണ്ട്. നിരവധി KSRTC നിരന്നിട്ടുണ്ട്. കൂടെയുള്ള ഓരോരുത്തരെയും കൈമോശം വന്ന് വഴിതെറ്റി പോകാതെ ശ്രദ്ധിക്കാൻ ഓരോ ഭക്തജനങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. കൃത്യം 2:15 പൊങ്കാല നിവേദ്യം ആരംഭിക്കുന്നതാണ്. ബസ്സുകൾ നിരനിരയായി നിർദ്ദേശം ദയവായി ഓരോ ഭക്തജനങ്ങളും അനുസരിച്ച് പൊങ്കാല നിവേദ്യത്തിന്റെ മംഗളമായി തീർക്കാൻ ഓരോ ഭക്തജനങ്ങളും സ്നേഹപൂർവ്വം സഹകരിക്കണമെന്ന് വിനയ പരിസരം അഭ്യർത്ഥിക്കുന്നു. തമ്പാനൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് എതിർവശത്തുള്ള തമ്പാനൂർ ബസ് സ്റ്റാൻഡാണിത്. ബസ് സ്റ്റാൻഡിൽ വാഹനങ്ങൾ തയ്യാറായി കിടക്കുന്നു. നെയ്യാത്താം, കാട്ടാക്കട ഭാഗത്തേക്കുള്ള ബസ്സുകൾ, MC റോഡ് വഴി പോകുന്ന ചെങ്ങന്നൂർ വഴിയുള്ള ബസ്സുകളൊക്കെ തയ്യാറായി കിടക്കുകയാണ്. പൊങ്കാല പൂർത്തിയായാൽ ഉടൻ തന്നെ, നിവേദ്യ ചടങ്ങുകൾ പൂർത്തിയായാൽ ഉടൻ തന്നെ ആളുകൾ തിരികെ പോകും. നമുക്കിവിടെ തന്നെ കാണാം, ഈ കോർപ്പറേഷൻ്റെ ക്ലീനിങ് സ്റ്റാഫുകളും സജ്ജരായിട്ടുണ്ട്. ചടങ്ങുകൾ പൂർത്തിയായാൽ ഉടൻ തന്നെ വൃത്തിയാക്കൽ പ്രവൃത്തിയും ആരംഭിക്കും. ക്ഷേത്രത്തിനടുത്തേക്കും മറ്റും എത്തപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളിൽ പൊങ്കാലയിട്ടവർ പൂർത്തിയായ ശേഷം കലങ്ങളുമായി തിരികെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലേക്കും എത്തുകയാണ്. ആളുകൾ നിവേദ്യമർപ്പിക്കാൻ കാത്തു നിൽക്കുകയാണ്. ബസ്സുകളെല്ലാം തയ്യാറായി കിടക്കുന്നു. റോഡിന് ഇരുവശവും ആളുകൾ തിങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്.
ഏതാനും നിമിഷങ്ങൾക്കകം നിവേദ്യത്തിനായി ക്ഷേത്ര പ്രതിനിധികളെത്തും എന്നാണ് കരുതേണ്ടത്. 2:15 തന്നെ ക്ഷേത്രത്തിൽ ചടങ്ങുകൾ ആരംഭിക്കുമ്പോൾ എല്ലായിടത്തും പൊങ്കാല നടക്കുന്ന ഈ പറഞ്ഞ 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആളുകൾ എത്തിച്ചേരും. മടക്കത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൃത്യം 2:15 നിവേദ്യം. കൃത്യം 2:15 നിവേദ്യം ആരംഭിക്കുന്നതാണ്. ആ സമയം 8 പ്രാവശ്യങ്ങളിലൂടെ നാദസ്വരം ഉണ്ടായിരിക്കും. ഇപ്പോൾ 2:10 5 മിനിറ്റ് മുമ്പ് 2:15 പൊങ്കാല നിവേദ്യം. എല്ലാ ഭക്തരും അവരവരുടെ പൊങ്കാലയ്ക്ക് സമീപത്തേക്ക് തിരുമേനിമാരും കമ്പാണ്ട് പ്രദേശത്തിന്റെ സന്നദ്ധ സംഘടനാ വോളണ്ടിയേഴ്സും നിങ്ങളുടെ സഹായത്തിനായി എത്തുന്നുണ്ട്. എല്ലാ ഭക്തരും അവരവരുടെ പൊങ്കാല കലകൾക്ക് സമീപം ഉണ്ടാകേണ്ടതാണ്. കൃത്യം 2:15 തന്നെ പൊങ്കാല നിവേദിക്കുന്നു. എല്ലാ ഭക്തരുടെയും പ്രത്യേക അറിവിലേക്ക് കൃത്യം 2:15 തന്നെ പൊങ്കാല നിവേദിക്കുന്നു. ആളുകൾ തിരികെ പോകാൻ തയ്യാറെടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ്. തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ പരിസരമാണ് നിങ്ങൾ കാണുന്നത്. മിനിറ്റുകൾക്കുള്ളിൽ നിവേദ്യമർപ്പിക്കൽ ചടങ്ങ് നടക്കും എന്നാണ് അനൗൺസ്മെന്റുകൾ. 2:15 തന്നെ ചടങ്ങുകൾ ആരംഭിക്കും. ഇത്തവണത്തെ പൊങ്കാല മഹോത്സവവും ഇതുമായി ബന്ധപ്പെട്ട പൊങ്കാലയും പൂർണ്ണമായും പ്ലാസ്റ്റിക് വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഗ്രീൻ പ്രോട്ടോകോൾ പ്രഖ്യാപിച്ചിരുന്നു കോർപ്പറേഷൻ. എന്നാൽ ഇതിന് വിരുദ്ധമായി പല സ്ഥലങ്ങളിലും ഭക്ഷണ വിതരണം നടന്നതായാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഡിസ്പോസിബിൾ പ്ലേറ്റുകളിലും ഗ്ലാസുകളിലും വെള്ളവും ഭക്ഷണവും വിതരണം ചെയ്തതായി കണ്ടു. പൂർണ്ണമായും ഈ ഗ്രീൻ പ്രോട്ടോകോൾ എന്ന ആശയം നടപ്പായില്ല എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്ക് കാണാം, ഇരുവശങ്ങളിലും ആളുകൾ കാത്തിരിക്കുകയാണ് പൊങ്കാല നിവേദ്യത്തിനായി. വീട്ടിലെ കുഞ്ഞുങ്ങൾക്കുള്ള കളിപ്പാട്ടങ്ങൾ വാങ്ങിയവരുണ്ട്. ബലൂണുകളും മറ്റുമായി വീട്ടിലേക്ക് പോകാൻ കാത്തു നിൽക്കുന്നവരുണ്ട്. തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് സജ്ജരാണ്. പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ സജ്ജരായി നിൽക്കുകയാണ്. തിരക്ക് നിയന്ത്രണാതീതമായ തിരക്കുണ്ടായാൽ നിയന്ത്രിക്കാനായി പോലീസ് ഉദ്യോഗസ്ഥർ സജ്ജരാണ്.
അപേക്ഷിക്കുന്നു. കാർത്തികാനന്ദയ്ക്ക് പൊങ്കാല അർപ്പിച്ച് ഓരോ ഭക്തജനത്തിനും തമ്പാനൂർ ഗണപതിയും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ടാക്സി ഡ്രൈവേഴ്സിന്റെ ഉത്സവാശംസകൾ. നിവേദ്യ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇത് പൂർത്തിയാക്കിയ പലരും തിരികെ വീടുകളിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. നിവേദ്യ ചടങ്ങുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്ര പ്രതിനിധികളെത്തി നിവേദ്യം തളിച്ചാണ് നിവേദ്യ ചടങ്ങ് പൂർത്തിയാക്കുന്നത്. ഇവിടെ കാണാം, ഇത് പൂർത്തിയായ ആളുകൾ തിരികെ വീട്ടിലേക്ക് പോകാൻ തിരക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്ര പ്രതിനിധികളെത്തി പുണ്യജലം തളിക്കുന്ന ചടങ്ങാണ് ഈ കാണുന്നത്. ഈ ചടങ്ങോടുകൂടി ആറ്റുകാൽ പൊങ്കാല മഹോത്സവം അവസാനിക്കുകയാണ്. ആറ്റുകാൽ പൊങ്കാല മഹോത്സവം അവസാനിക്കുന്നതിൻ്റെ കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത്. ഭക്തജനങ്ങളുടെ പ്രത്യേകതയ്ക്ക് തിരക്കിൽപ്പെട്ട ആളുകളുടെ ആഭരണങ്ങളും മറ്റും കൈമോശം വരാതെ ബസ്സുകളിലേക്ക് കയറാൻ ബസ്സുകൾക്ക് മുന്നിൽ നിൽക്കുന്ന ആളുകളുടെ നിവേദ്യം വർദ്ധിക്കുന്നത് തിരികെ ബസ്സിലേക്ക് കയറാനുള്ള കൂട്ടം നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരവരുടെ വിലപിടിപ്പുള്ള ആഭരണങ്ങളും മറ്റും കൈമോശം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ബസ് സ്റ്റാൻഡിനുള്ളിലേക്കാണ് ക്ഷേത്ര പ്രതിനിധി സംഘം നടക്കുന്നത്. ചടങ്ങുകൾ പൂർത്തിയായി ആദ്യത്തെ ബസ് പുറപ്പെടുകയാണ്. കൂട്ടം തെറ്റാതിരിക്കാൻ മുതിർന്നവരും കുട്ടികളും കൂട്ടം തെറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരവരുടെ ആഭരണങ്ങളും മറ്റു പൊങ്കാല പൂർത്തിയാക്കിയ ശേഷമുള്ള ആദ്യ ബസ് പുറപ്പെടുകയാണ്. കൈമോശം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരവരുടെ ആഭരണങ്ങളും മറ്റും കൈമാറാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികളും മുതിർന്നവരും കൂട്ടം തെറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് മുതിർന്നവരും കുട്ടികളും കൂട്ടം തെറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അവരവരുടെ ആഭരണങ്ങളും മറ്റും സൂക്ഷിക്കുക. എല്ലാ ഭക്തരും സ്ഥാനത്തിരിക്കുക. ആരും കൂട്ടം തെറ്റാതിരിക്കുക. റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ട്രെയിനിൽ പോകാൻ കാത്തു നിൽക്കുന്നവരെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇവിടേക്ക് ക്ഷേത്ര പ്രതിനിധി സംഘം എത്തുന്നതേ ഉള്ളൂ. ബസ്സുകളെ പോലെ തന്നെ ട്രെയിനുകളും പല സ്ഥലങ്ങളിലേക്ക് പോകാൻ തയ്യാറായി കിടക്കുകയാണ് പല പ്ലാറ്റ്ഫോമുകളിലായി. ആഭരണങ്ങൾ നല്ല പ്രകടനത്തിലെ ബസ്സുകൾ മറ്റുമാരെ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റുള്ള പ്രത്യേകം സുരക്ഷാ ഉദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തിലേക്ക് ഇതുവരെ നേദിക്കാനുള്ള സംഘം എത്തിയിട്ടില്ല. നേരെ എതിർവശത്തുള്ള ബസ് സ്റ്റാൻഡിലാണ് ഇത് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകൾ ബസ്സുകളിൽ കയറാൻ കാത്തു നിൽക്കുന്നവരുടെ അടുത്ത് പോയി പോലും ചടങ്ങ് നടത്തുന്നുണ്ട്. അതിൻ്റെ താമസമാണ് നേരെ എതിർവശത്തുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ വൈകുന്നത് എന്നാണ് കരുതുന്നത്. ഭക്തജനങ്ങൾ അക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം കർമ്മം പൂർത്തിയാക്കി തിരികെ പോകാനായി ഉള്ള തയ്യാറെടുപ്പിലാണ് അവർ. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നേദ്യമർപ്പിക്കൽ ചടങ്ങ് നടക്കുന്നു. പ്രദേശത്തെ സംഘാടകരുടെ ആവശ്യപ്രകാരം പല സ്ഥലങ്ങളിലേക്ക് ഇതിലേത് സംഘത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക. സുരക്ഷാ ഉദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. നേദ്യമർപ്പിക്കുന്നതിനിടെ ചെറിയ ഉന്തും തള്ളും നടക്കുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റും. ഉണ്ണിജനം തളിക്കുന്നതിനേക്കാൾ ദക്ഷിണ ആവശ്യപ്പെട്ടുകൊണ്ട് പിന്നാലെ തന്നെ ആള് കൂടിയിട്ടുണ്ട്. പോലീസുകാർ തന്നെയാണ് അവിടെ നിന്നുള്ള
ക്ഷേത്രത്തിൽ നിന്നുള്ള സംഘത്തെ നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത്. നമുക്കിവിടെ കാണാം ആളുകൾ തിക്കിത്തിരക്കുകയാണ് തിരികെ പോകാൻ. മാറോ മാറോ മാറോ. ഈ തിരക്കിനിടയിൽ പരാതികൾ ഉയരുക സ്വാഭാവികമാണ്. പലരും പല ഭാഗത്തു നിന്നായി വിളിച്ചു പറയുന്നുണ്ട് അവരുടെ അടുത്തേക്ക് എത്തിയില്ല എന്ന്. കർമ്മം പൂർത്തിയാക്കിയ ആളുകൾ തിരികെ ട്രെയിനിൽ കയറാനായി സ്റ്റേഷനുള്ളിലേക്ക് പോകുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശങ്ങൾ അതേപടി പാലിക്കുക ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്തരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. നിങ്ങളോടൊപ്പമുള്ള കുട്ടികൾ, മുതിർന്നവർ എന്നിവർ കൂട്ടത്തിലായി ശ്രദ്ധിക്കുക. അതോടൊപ്പം നിങ്ങളുടെ പക്കലുള്ള ആഭരണങ്ങൾ മറ്റു വ്യക്തമാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശങ്ങൾ അതേപോലെ പാലിക്കുക. സുരക്ഷാ ഉദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശങ്ങൾ അതേപോലെ പാലിക്കുക. പൂർത്തിയാക്കി ആറ്റുകാൽ പൊങ്കാലയുടെ ചടങ്ങുകൾ പൂർത്തിയാക്കി ആളുകൾ ഭക്തജനങ്ങൾ തിരികെ പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വരൂ. ക്ഷേത്രപ്രതിനിധിയായി ഒരാൾ മാത്രമാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ പല സ്ഥലത്തേക്കും എത്താൻ കഴിയാത്ത അവസ്ഥയുണ്ട്. പലരും പരാതികളുമായി കാത്തിരിക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ പൂർത്തിയായ ശേഷം പോലീസ് നിയന്ത്രിക്കുന്നതിനനുസരിച്ച് മറ്റ് ഭാഗങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗങ്ങളിലേക്കും നമ്മളിപ്പോൾ കാണുന്ന ഭാഗത്തേക്കൊന്നും ഇതുവരെ എത്തിയിട്ടില്ല. വാഹനങ്ങളെ പൂർണ്ണമായും ഗതാഗതം തടഞ്ഞിട്ടുണ്ട്. വാഹനങ്ങൾ ഇതുവരെ കടത്തിവിട്ടിട്ടില്ല. പൊങ്കാലയ്ക്ക് ശേഷം തിരികെ പോകാനുള്ള ആളുകളെ എടുക്കാനും മറ്റും വാഹനങ്ങൾ വന്ന് കിടപ്പുണ്ട് ഇവിടെയൊക്കെ. പൊങ്കാലയിടുന്ന സ്ഥലങ്ങളെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഇല്ലാത്തതിനാൽ തന്നെ ഏത് സ്ഥലത്തും പൊങ്കാല ഇടുന്ന അവസ്ഥയാണ് ആറ്റുകാലുള്ളത്. ആറ്റുകാൽ ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിലുള്ളത്. പല ഭാഗങ്ങളിലും ആളുകൾ പൊങ്കാല ഇടുന്നുണ്ട്. ആറ്റുകാൽ ക്ഷേത്രത്തിനടുത്തുള്ള കരമന കിള്ളിപ്പാലം ഭാഗത്ത് പൊങ്കാലയിട്ട ആളുകൾ തിരികെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്കും ബസ് സ്റ്റാൻഡിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. തമ്പാനൂരിലെ മേൽപ്പാലത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. പല നിരകളിലായി എല്ലാ റോഡുകളിലും ആളുകൾ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇടയിൽ ചില്ലറ വിൽപ്പനക്കാരുണ്ട്. ഗതാഗത തടസ്സം ഒഴിവാക്കാൻ കൃത്യമായി വാഹനങ്ങളെ നിരയിൽ തന്നെ നിയന്ത്രിക്കുകയാണ് പോലീസ്. പൊങ്കാല പൂർത്തിയാകുന്നതോടെ തിരുവനന്തപുരം നഗര ഹൃദയഭാഗത്ത് തിരക്കുണ്ടാവുക വളരെ സ്വാഭാവികമാണ്.
ഏറെ നേരത്തെ തിരക്കിന് ശേഷം മാത്രമേ ഇവിടുത്തെ കുരുക്കഴിഞ്ഞ് ഭക്തർക്ക് തിരികെ പോകാനാകൂ. ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത്രയധികം മാലിന്യമാണ് കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തിരുവനന്തപുരം നഗരത്തിൽ എത്തുന്നത്. ഇത് ഉടനടി തന്നെ വൃത്തിയാക്കി നഗരത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലെത്തിക്കാൻ കോർപ്പറേഷന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ. ഒരു ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. ഇന്ന് ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ പൂർണ്ണമായും തിരുവനന്തപുരം നഗരത്തിലെ മുഴുവൻ മാലിന്യങ്ങളും ഇവർ ഇല്ലാതാക്കും. അതാണ് പതിവ്. കോർപ്പറേഷൻ പതിവായി ഇത് ചെയ്തു വരുന്നു. എല്ലാ കൊല്ലവും പൂർണ്ണ വിജയമാണ് ഇക്കാര്യത്തിൽ കോർപ്പറേഷനുള്ളത്. മാലിന്യം പൂർണ്ണമായും നീക്കി മണിക്കൂറുകൾക്കുള്ളിൽ നഗരം പഴയ വൃത്തിയിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് എല്ലാ വർഷത്തെയും അനുഭവം. ഇത്തവണയും കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികൾ തയ്യാറായി നിൽക്കുന്നുണ്ട്. അവർ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പല ഭാഗത്തു നിന്നായി വൃത്തിയാക്കൽ പ്രവർത്തനം ആരംഭിച്ചു. സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ വളപ്പിലെ ദൃശ്യങ്ങൾ നമുക്ക് കാണാനാകും. മുകളിൽ നിന്നുള്ള കാഴ്ച കെട്ടാനായി ഈ കൂട്ടത്തിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടേണ്ടി വരുന്നത് മാധ്യമപ്രവർത്തകരാണ് എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. നിങ്ങൾ കാണാം. ഇതുകൂടാതെ ബസ് സ്റ്റാൻഡിൻ്റെ കെട്ടിടത്തിന് മുകളിലും മാധ്യമപ്രവർത്തകർ ഇടം പിടിച്ചിട്ടുണ്ട്. ആളുകൾ ഒഴിഞ്ഞു പോയ ഉടനെ തന്നെ കോർപ്പറേഷൻ്റെ ശുചീകരണ തൊഴിലാളികളുടെ വലിയ സംഘം വൃത്തിയാക്കൽ ആരംഭിച്ചിട്ടുണ്ട്. സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നുള്ള കാഴ്ചകളാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. പല സ്ഥലത്തും വൃത്തിയാക്കൽ തകൃതിയായി നടക്കുന്നു. ഈ കാണുന്ന മാലിന്യങ്ങളൊക്കെ കുറച്ച് മണിക്കൂറുകളിൽ തന്നെ വൃത്തിയാകും. നമുക്ക് കാണാം. ശുചീകരണ തൊഴിലാളികൾ വളരെ സജീവമായി പണിയെടുക്കുകയാണ്. ചന്ദ്രഗിരി കോടി അങ്ങനെ ഇക്കൊല്ലത്തെ ആറ്റുകാൽ പൊങ്കാല വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. പൊങ്കാല പൂർത്തിയായി എല്ലാവരും തിരികെ പോയി കഴിഞ്ഞു. നമുക്കിവിടെ കാണാം, ശുചീകരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് പൊങ്കാല ലൈവ് ടെലികാസ്റ്റ് ആസ്വദികരമായി എന്ന് വിശ്വസിക്കുന്നു.